everyone, once again welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് ഇടാൻ പോകുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ 2-3 വീക്കായി ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു DIY പാക്ക് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവുന്ന ഒരു പാക്കാണ് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടുന്ന പാക്ക് മാത്രം ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കിയിട്ട് വന്നാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പൊ ഞാൻ ഇടാൻ പോണ ടൊമാറ്റോന്റെ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡറിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 ടീസ്പൂൺ എടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ ടൊമാറ്റോന്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ റൈസ് ഫ്ലോർ ആണ് കേട്ടോ, അരിപ്പൊടി. അതൊരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കേർഡ് ആണ് കേട്ടോ. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റനും ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ആണ് കേട്ടോ. പിന്നെ കേർഡ്, റൈസ്, ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. മിക്സ് ആക്കിയിട്ട് ടൊമാറ്റോയുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് എപ്പോഴും ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ക്ലെൻസ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്താലും മതി കേട്ടോ. എന്നാലേ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവുള്ളൂ, ഇതിന്റെ എഫക്ട് നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഞാനപ്പോ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഫേസ് പാക്ക് ഇടുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഫേസ് എപ്പോഴും വാഷ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പൊ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു നനവോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് ഇടാം കേട്ടോ. അതല്ലാതെ മൊത്തം ഫേസ് ഒന്നും ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. ചെറിയൊരു വെറ്റോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഡ്രൈ സ്കിന്നിൽ കൊണ്ട് ഒരിക്കലും ഫേസ് പാക്ക് ഇടരുത് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് ഇറിറ്റേറ്റ് ആക്കും. സ്കിന്നിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ ഒരിക്കലും ഫേസ് പാക്ക് ആണെങ്കിലും സ്ക്രബ് ആണെങ്കിലും ഒന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ നമ്മള് ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് ഒന്ന് ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഫേസ് വാഷ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ ഫേസിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാൻ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്ത് റൈസ് ഫ്ലോറിന് പകരം എപ്പോഴും കടലമാവാണ് എടുക്കാറുള്ളത്. പക്ഷെ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ റൈസ് ഫ്ലോർ എടുത്തത്. റൈസ് ഫ്ലോർ നമുക്കറിയാലോ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റൻ ആവും. അപ്പൊ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് നെക്കിന്റെ അവിടെ ഇടണതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ എന്ത് ബ്രൈറ്റനിങ് പാക്ക് ഇടുമ്പോഴും നെക്കും നമ്മുടെ ചെവിയും പിന്നെ പറ്റുമെങ്കിൽ കൈകളും ഇടുന്നത് നന്നായിരിക്കും കേട്ടോ. അവിടെ എല്ലായിടത്തും നമ്മുടെ എക്സ്പോസർ ഏരിയ എല്ലായിടത്തും ഇടുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നെക്കിൽ ഞാൻ ചെറുതായിട്ടൊന്നും ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് നെക്കിലേക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇടുന്നില്ല, നല്ല ലൈറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിന്റെ അവിടെ നന്നായിട്ട് ഇടുക കേട്ടോ. അവിടെ ആ ഒരു ശരിക്കും നമ്മുടെ ഫേസും നെക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ആയിരിക്കും ഇതിട്ട് കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ എല്ലായിടത്തോട്ടും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാട്ടോ. ആകാത്തോടത്തോട്ട് എല്ലായിടത്തും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാട്ടോ. ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊരു 20 മിനിറ്റ്സിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് വാഷ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ വാഷ് ഔട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് വാഷ് ഔട്ട് ചെയ്യണത്. അപ്പൊ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഒന്ന് റിമൂവ് ആകും കേട്ടോ. അപ്പൊ നന്നായിട്ട് ഞാനിപ്പോ പതുക്കെയാണ് സ്ക്രബ് ചെയ്യണം. ഞാനിപ്പോ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കി ഇട്ടേക്കൊണ്ട് അത് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആണ് അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു പാക്കാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്ന പാക്കാണ്. ഫേസ് ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടൊമാറ്റോ ആണെങ്കിലും റൈസ് ഫ്ലോർ ആണെങ്കിലും കേർഡ് ആണെങ്കിലും സ്കിന്നിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആഫ്റ്റർ ബിഫോറിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണാൻ മതിയായിരിക്കും. ബൈ.